ആൻഡ്രോയിഡിന്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് എൻവയറമെന്റ്. ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് എൻവയറമെന്റ്. Android development environment consists of a number of tools. Android based software ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് എൻവയറമെന്റ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയറമെന്റ് ആണ്. ഇതില് ഒരുപാട് ടൂൾസ് ഉണ്ട്. ആൻഡ്രോയിഡ് ബേസ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് ടൂൾസ് ഉണ്ട്. They are Java Development Kit, Android SDK എന്ന് പറഞ്ഞാൽ Android Software Development Kit, Android Studio, Eclipse, ADT Android Development Tool for Eclipse, Android Virtual Device AVD. Java Development Kit, Android SDK എന്ന് പറഞ്ഞാൽ Android Software Development Kit, Android Studio, Eclipse, Android Development Tool for Eclipse, പിന്നെ Android Virtual Device. ഇത്രയും ടൂൾസ് യൂസ് ചെയ്ത് നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നടത്താനായിട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആപ്പ് പ്രോഗ്രാം ഡെവലപ്മെന്റ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ജാവ ഡെവലപ്മെന്റ് കിറ്റ്. ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് എൻവയറിലുള്ള ഒരു ടൂളാണ് ഈ ജാവ ഡെവലപ്മെന്റ് കിറ്റ്. ജാവ ഡെവലപ്മെന്റ് കിറ്റ്. ദി ജാവ ഡെവലപ്മെന്റ് കിറ്റ് JDK is a software development environment that offers a collection of tools and libraries necessary for developing Java applications. ഈ ആൻഡ്രോയിഡ് എന്നുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ്ഡ് ഓൺ ജാവയാണ്, നേരത്തെ അറിയാം. അപ്പോൾ ഈ ജാവ ഡെവലപ്മെന്റ് കിറ്റ് അല്ലെങ്കിൽ JDK എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ എൻവയറമെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ നിന്നറിയാം ജാവ ഡെവലപ്മെന്റ് കിറ്റ്. ജാവ എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് പല ടൈപ്പിലുള്ള ആപ്ലിക്കേഷൻസും ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂൾസും ലൈബ്രറിയും ഒക്കെ അടങ്ങുന്ന ഒരു എൻവയറമെന്റ് ആണ് ഈ ജാവ ഡെവലപ്മെന്റ് കിറ്റ്. അപ്പോൾ ഈ ജാവ ഡെവലപ്മെന്റ് കിറ്റിനകത്ത് ജാവ ബേസ്ഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനുള്ള ടൂൾസ് ഉണ്ട്, ലൈബ്രറീസ് ഉണ്ട്. ജാവ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ടൂൾസ് അടങ്ങുന്ന ആ ഒരു എൻവയറമെന്റിനെയാണ് നമ്മൾ ജാവ ഡെവലപ്മെന്റ് കിറ്റ് അല്ലെങ്കിൽ JDK എന്ന് പറയുന്നത്. അതിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്. ജാവ സോഴ്സ് ഫയൽസ് .java എക്സ്റ്റൻഷൻ ഉണ്ട്. അത് ജാവ കമ്പൈലർ യൂസ് ചെയ്ത് കമ്പൈൽ ചെയ്യും. ബൈറ്റ് കോഡ് ഫോർമാറ്റ് ആകും. എന്ന് പറഞ്ഞാൽ ബൈറ്റ് കോഡ് ഫോർമാറ്റ് എന്ന് പറയുമ്പം .class എക്സ്റ്റൻഷനിലുള്ള ഫയൽസ് ആവും. അതിനെ ജാവ വെർച്വൽ മെഷീൻ യൂസ് ചെയ്ത് ജാവ എൻവയറമെന്റ് വെച്ച് റൺ ചെയ്യുമ്പോഴാണ് അത് ഫൈനൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ജാവയുടെ സ്റ്റേജിൽ ആദ്യം നമ്മൾ കമ്പൈൽ ചെയ്യും, പിന്നെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യും. ഇതിനകത്ത് ഈ പ്രോഗ്രാംസിനകത്ത് പല ടൈപ്പുള്ള എറേഴ്സ്, സിൻടാക്റ്റിക്കൽ എറേഴ്സും ലോജിക്കൽ എറേഴ്സും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതെല്ലാം പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ച് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഡീബഗർ പോലത്തെ ടൂൾസും ഇതിനകത്ത് കാണും. അപ്പോൾ ഇതെല്ലാം അടങ്ങിയ ജാവ കമ്പൈലർ, ജാവ വെർച്വൽ മെഷീൻ, ജാവയ്ക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ ലൈബ്രറീസ്, അതുപോലെ ജാവ റൺ ടൈം എൻവയറമെന്റ്, ഡീബഗർ, ഇതെല്ലാം കൂടെ അടങ്ങിയതാണ് നമ്മൾ JDK അല്ലെങ്കിൽ ജാവ ഡെവലപ്മെന്റ് കിറ്റ് എന്ന് പറയുന്നത്. JDK is needed to convert your source code into a format that the Java runtime environment can execute. സോഴ്സ് കോഡ്, നമ്മൾ എഴുതുന്ന ജാവ പ്രോഗ്രാമിനെയാണ് നമ്മൾ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ആ സോഴ്സ് കോഡ് നേരിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അത് നേരിട്ട്
എക്സിക്യൂട്ടബിൾ ഫോം അല്ല, എന്ന് വെച്ചാൽ ബൈനറി ഫോം അല്ല. അതിനെ ആദ്യം കമ്പൈലർ യൂസ് ചെയ്ത് നമ്മൾ ബൈറ്റ് കോഡ് ഫോർമാറ്റ് ആക്കും, എന്നിട്ട് വീണ്ടും ഇന്റർപ്രറ്റർ ഫെസിലിറ്റി യൂസ് ചെയ്താണ് നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പോൾ എക്സിക്യൂട്ടബിൾ ഫോർമാറ്റിലോട്ട് ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ബൈറ്റ് കോഡ് ഫോർമാറ്റിലോട്ട് ആക്കണമെങ്കിൽ നമുക്ക് ഈ ജാവ റൺ ടൈം എൻവയറമെന്റ് സംവിധാനം കൂടിയേ തീരും. അത് ഈ JDK-ക്കകത്താണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ജാവയിൽ എഴുതിയ ഒരു പ്രോഗ്രാം അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് JDK വേണം. കാരണം ആ JDK-യിലാണ് ആ ജാവ റൺ ടൈം എൻവയറമെന്റ് ഉള്ളത്. The JDK includes the Java runtime environment, short form JRE എന്ന് പറയും, an interpreter Java, a compiler Java-C, an archiver jar, a documentation generator Javadoc, and some other development tools. ഈ JDK-ക്കകത്ത് ജാവ പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയുള്ള എൻവയറമെന്റ് ജാവ റൺ ടൈം എൻവയറമെന്റ് ഉണ്ട്. ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി ജാവ ഇന്റർപ്രറ്റർ ഉണ്ട്. കമ്പൈൽ ചെയ്യാൻ വേണ്ടി ജാവ-C എന്ന് പറഞ്ഞ കമ്പൈലർ ഉണ്ട്. പിന്നെ ഇത് ലോങ് ഡ്യൂറേഷനിൽ ആർച്ചീവ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ബാക്കപ്പ് ആർച്ചീവ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ജാർ എന്ന് പറയുന്ന ആർച്ചീവർ ഫെസിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഒരു പ്രോപ്പറായിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പം സോഴ്സ് കോഡിനൊപ്പം തന്നെ പ്രോപ്പർ ഡോക്യുമെന്റേഷനും വേണം. അങ്ങനെ ഡോക്യുമെന്റേഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ജാവാഡോക്, അതേപോലെ വേറെ ചില ഡെവലപ്മെന്റ് ടൂൾസ്, ഇതെല്ലാം ജാവ ഡെവലപ്മെന്റ് കിറ്റിനകത്തുണ്ട്. ഇപ്പൊ ജാവ റൺ ടൈം എൻവയറമെന്റ് ഉണ്ട്, ജാവ എന്ന് പറയുന്ന ഇന്റർപ്രറ്റർ ഉണ്ട്, ജാവ-C എന്ന് പറയുന്ന കമ്പൈലർ ഉണ്ട്, ജാർ എന്ന് പറയുന്ന ബാക്കപ്പ് അല്ലെങ്കിൽ ആർച്ചീവ് ഫെസിലിറ്റി ഉണ്ട്, ജാവാഡോക് എന്ന് പറഞ്ഞ ഡോക്യുമെന്റേഷൻ ജനറേറ്റർ ഉണ്ട്. അതുകൂടാതെ വേറെ ചില ഡെവലപ്മെന്റ് ടൂൾസും ഇതിനകത്ത് ഉണ്ട്. The Java runtime environment itself consists of the Java virtual machine, supporting files and core classes. ഇതില് ഈ ജാവ റൺ ടൈം എൻവയറമെന്റിനകത്ത് തന്നെ JVM ജാവ വിർച്വൽ മെഷീൻ ഉണ്ട്. ആ വിർച്വൽ മെഷീൻ റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് ഫയൽസ് ഉണ്ട്. അതേപോലെ മെയിൻ ആയിട്ടുള്ള കോർ ക്ലാസ്സസ് ഉണ്ട്, പാക്കേജ് എന്നൊക്കെ പറയുന്ന കോർ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ജാവ റൺ ടൈം എൻവയറമെന്റ് അകത്ത് തന്നെ ജാവ വിർച്വൽ മെഷീൻ, അത് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് ഫയൽസ്, അതേപോലെ കോർ ക്ലാസ്, ഇതെല്ലാം അടങ്ങിയതാണ് ജാവ ഡെവലപ്മെന്റ് കിറ്റ്. നെക്സ്റ്റ് അടുത്തത് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ്, ആൻഡ്രോയിഡ് SDK എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ്. Android SDK contains libraries, debugger, an emulator, documentations, sample codes, and tutorials for each application programming interface API level of the released versions of Android. Java software develop ചെയ്യാൻ വേണ്ടി JDK ഉള്ളതുപോലെ തന്നെ ആൻഡ്രോയിഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആൻഡ്രോയിഡ് SDK സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് ഉണ്ട്. ഈ ആൻഡ്രോയിഡ് SDK-യിലെ ലൈബ്രറീസ് ഉണ്ട്. ലൈബ്രറീസ് പറഞ്ഞാൽ പല ആൻഡ്രോയിഡ് മോഡ്യൂൾസ് എഴുതുമ്പോൾ റെഡിമെയ്ഡ് കോഡ് അവൈലബിൾ ആയിട്ടുണ്ട്. ആ റെഡിമെയ്ഡ് കോഡിനെയാണ് നമ്മൾ ലൈബ്രറീസ് എന്ന് പറയുന്നത്. ലൈബ്രറീസ് ഉണ്ട്. അതേപോലെ കോഡിൽ എറേഴ്സ് ഒക്കെ വന്നു, സിൻടാക്ടിക്കൽ എറേഴ്സ് വന്നാലും ലോജിക്കൽ എറേഴ്സ് വന്നാലും അത് പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡീബഗർ ഉണ്ട്. അതേപോലെ തന്നെ എമുലേറ്റർ, ആൻഡ്രോയിഡ് എൻവയറമെന്റിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് എമുലേറ്റർ. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫിസിക്കൽ ഡിവൈസിനെ സിമുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പല ടൈപ്പ് മൊബൈൽ ഫോൺസിലൊക്കെ റൺ ചെയ്യും. അപ്പം പല മൊബൈൽ ഫോൺസിലും അതിന്റെ ഹാർഡ്വെയർ സെറ്റപ്പ് വ്യത്യസ്തമായിരിക്കും. എല്ലാ ഹാർഡ്വെയർ സെറ്റപ്പും സെയിം ആവണമെന്നില്ല. അപ്പൊ അതിൽ പ്രോപ്പറായിട്ട് റൺ ചെയ്യണം എന്നൊക്കെ ഉറപ്പ് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എമുലേറ്റ് ചെയ്യേണ്ടി വരും, എമുലേറ്റർ. പിന്നെ പ്രോപ്പർ ഡോക്യുമെന്റേഷന് വേണ്ടി ഡോക്യുമെന്റേഷൻസ്, സാമ്പിൾ കോഡ്സ്, എക്സാമ്പിൾ കോഡ്സ്, പിന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് പഠിക്കാൻ വേണ്ടി അതിന്റെ എക്സ്പ്ലനേഷൻസോട് കൂടിയുള്ള ട്യൂട്ടോറിയൽസ്. ഇതെല്ലാം ഇപ്പോൾ ഏത് വെർഷൻ ആൻഡ്രോയിഡ് ആണോ യൂസ് ചെയ്യുന്നത് അതിന്റെ കൂടെ കാണും. അതാണ് ആൻഡ്രോയിഡ് SDK, ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ്.
ആൻഡ്രോയിഡ് ബേസ്ഡ് ആപ്പ് ഡെവലപ്മെന്റ് യൂസ് ചെയ്യുന്ന റെഡിമെയ്ഡ് സോഴ്സ് കോഡ് ലൈബ്രറീസ്, എറേഴ്സ് വന്നാൽ കറക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡീബഗർ, ഫിസിക്കൽ ഡിവൈസ് സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എമുലേറ്റർ, ലോജിക് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള വർക്കിംഗ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഡോക്യുമെന്റേഷൻസ്, സാമ്പിൾ കോഡ്സ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ട്യൂട്ടോറിയൽസ്, ഇതെല്ലാം റിലീസ് ചെയ്യുന്ന വെർഷനോടൊപ്പം തന്നെ കാണും. Before the release of Android Studio, Software Development Kit was a standalone part of the Android application development tools that could be integrated with other integrated development environments like Eclipse with the help of Android Development Tool Bundle, ADT bundle. ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ ആൻഡ്രോയിഡ് SDK സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് അലോൺ പാർട്ടായിരുന്നു. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിൽ നമ്മൾ ഒറ്റയ്ക്ക് യൂസ് ചെയ്യാവുന്ന, വേറൊന്നിന്റെയും കൂടിയല്ല, ഒറ്റയ്ക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സ്റ്റാൻഡ് അലോൺ പാർട്ടായിരുന്നു ഈ ആൻഡ്രോയിഡ് SDK. ഈ ആൻഡ്രോയിഡ് SDK നമുക്ക് എക്ലിപ്സ് പോലത്തെ വേറെ സോഫ്റ്റ്വെയർ ആൻഡ്രോയിഡ് ബേസ്ഡ് പോലത്തെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, ആപ്പൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പല ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയറമെന്റ്സ്, IDEs, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയറമെന്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയറമെന്റ് ആണ് എക്ലിപ്സ്. അപ്പോൾ എക്ലിപ്സുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം ആൻഡ്രോയിഡ് SDK. ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ടൂൾ ബണ്ടിൽ എന്ന് പറയുന്ന ഒരു ഇന്റർഫേസ് മോഡ്യൂൾ ഈ ആൻഡ്രോയിഡ് SDK ഉണ്ടായിരുന്നു. ആ ആൻഡ്രോയിഡ് ADT ബണ്ടിൽ എന്നുള്ള ഇന്റർഫേസ് മോഡ്യൂൾ യൂസ് ചെയ്താണ് എക്ലിപ്സ് പോലത്തെ ഒരു എക്സ്റ്റേണൽ ഇന്റഗ്രേറ്റ് ഡെവലപ്മെന്റ് എൻവയറമെന്റിന്റെ കൂടെ നമുക്ക് SDK ചേർത്ത് വെച്ച് പ്രവർത്തിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വരുന്നതിന് മുമ്പ്, അതേസമയം ഇപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വന്നു. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയ്ക്കകത്തുണ്ട്. പക്ഷെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വരുന്നതിന് മുമ്പ് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് ഒരു സ്റ്റാൻഡ് അലോൺ പാർട്ടായിരുന്നു. അത് അന്നുണ്ടായിരുന്ന വേറെ പല ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയറമെന്റ്, എക്ലിപ്സ് പോലത്തെ വേറെ പല ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയറമെന്റുമായിട്ട് ചേർത്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ ചേർത്ത് വെക്കുമ്പോൾ കോമ്പാറ്റിബിലിറ്റിക്ക് വേണ്ടി ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ടൂൾ ബണ്ടിൽ എന്ന് പറഞ്ഞ ADT ബണ്ടിൽ ഫെസിലിറ്റി അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ ADT ബണ്ടിൽ ഫെസിലിറ്റി യൂസ് ചെയ്താണ് ഒരു സ്റ്റാൻഡ് അലോൺ പാർട്ടായ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റിനെ എക്ലിപ്സ് പോലത്തെ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയറമെന്റുമായിട്ട് ചേർത്ത് വെച്ച് നമുക്ക് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതെല്ലാം ആൻഡ്രോയിഡ് സ്റ്റുഡിയോയ്ക്ക് മുമ്പായിരുന്നു. Later on, Google made Android SDK as part of the Android Studio. കുറെ കാലം കഴിഞ്ഞ് ഗൂഗിള് ഈ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് ആൻഡ്രോയിഡ് SDK ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ ഭാഗമായിട്ട് മാറ്റി, ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ പാർട്ടായിട്ട് മാറ്റി. അപ്പം ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പാർട്ടായിട്ട് മാറ്റുന്നതിന് മുമ്പാണ് എക്ലിപ്സ് പോലത്തെ IDE ആയിട്ട് ആൻഡ്രോയിഡ് ADT ബണ്ടിൽ യൂസ് ചെയ്ത് ചേർത്ത് വെച്ച് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കുറെ കഴിഞ്ഞപ്പം ഗൂഗിള് ആൻഡ്രോയിഡ് SDK ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ ഭാഗമായിട്ട് മാറ്റി. അടുത്ത നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇപ്പോൾ കാണുന്നതാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ സിംബൽ. Android Studio has been the official development tool that supports all Android SDKs for Android application development. Android operating system point of view ഉള്ള ഒരു ഒഫീഷ്യൽ ഡെവലപ്മെന്റ് ടൂൾ, ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഒഫീഷ്യൽ ഡെവലപ്മെന്റ് ടൂൾ ആണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എല്ലാ ടൈപ്പ് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റിനെ സപ്പോർട്ട് ചെയ്യും. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിന് വേണ്ടി സപ്പോർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഇന്ന് ഏറ്റവും ഒഫീഷ്യലി യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോയിന്റ് ഓഫ് വ്യൂല് ഏറ്റവും ഒഫീഷ്യലി യൂസ് ചെയ്യുന്ന ഒരു ആൻഡ്രോയിഡിന്റെ തന്നെ ഒരു ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയറമെന്റ് ആണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ഇത് ആൻഡ്രോയിഡ് SDK-നെ ഒക്കെ സപ്പോർട്ട് ചെയ്യും. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിന് വേണ്ടി എല്ലാ ടൈപ്പ് ആൻഡ്രോയിഡ് SDK സപ്പോർട്ട് ചെയ്യും.
ഫീച്ചേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ഇനി നമുക്ക് ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. Gradle. Gradle is used for creating multiple targets, mobile, TV, and where, for an Android application with different features under the same project and modules. Android Studio ഒരു ഫീച്ചർ ആണ് ഗ്രേഡിൽ. ഈ ഗ്രേഡിൽ യൂസ് ചെയ്ത് നമുക്ക് മൾട്ടിപ്പിൾ ടാർഗറ്റ്, ഒരു ആപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു ആപ്പിന്റെ പ്രത്യേകത, ആപ്പ് നമുക്ക് പല ഡിവൈസസ് ചിലപ്പോൾ റൺ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ മൊബൈൽ റൺ ചെയ്യേണ്ടി വരാം. ഇപ്പൊ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് TV ഉണ്ട്, TV റൺ ചെയ്യേണ്ടി വരാം. അതുപോലെ ഇപ്പം ആൻഡ്രോയിഡ് വെയറബിൾ ഡിവൈസസ് ഉണ്ട്. വെയറബിൾ എന്ന് വെച്ചാൽ ധരിക്കാവുന്ന ഡിവൈസസ്, അതിനാണ് നമ്മൾ വെയർ എന്ന് പറയുന്നത്. അപ്പം ആപ്പ് നമുക്ക് മൊബൈൽ റൺ ചെയ്യാൻ പറ്റണം, ആൻഡ്രോയിഡ് ബേസ്ഡ് TV റൺ ചെയ്യാൻ പറ്റണം, അതേപോലെ ആൻഡ്രോയിഡ് ബേസ്ഡ് വെയറബിൾ ഡിവൈസിൽ റൺ ചെയ്യാൻ പറ്റണം, വിത്ത് ഡിഫറെന്റ് ഫീച്ചേഴ്സ് അണ്ടർ ദി സെയിം പ്രോജക്റ്റ് ആൻഡ് മോഡ്യൂൾസ്. അപ്പോൾ ഗ്രേഡിൽ എന്ന് പറഞ്ഞ സംവിധാനം യൂസ് ചെയ്ത് നമുക്ക് സെയിം പ്രോജക്റ്റും അതിന്റെ മോഡ്യൂൾസ്, ഒരു ആപ്പ് ബേസ്ഡ് പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രോജക്റ്റും അതിന്റെ മോഡ്യൂൾസിനെയും മൾട്ടിപ്പിൾ ടാർഗറ്റ്, വ്യത്യസ്തമായിട്ടുള്ള മൾട്ടിപ്പിൾ ടാർഗറ്റ്സിന്, മൊബൈൽ ഫോൺ ആണെങ്കിൽ മൊബൈൽ ഫോൺ, TV ആണെങ്കിൽ TV, വെയറബിൾ ഡിവൈസ് ആണെങ്കിൽ വെയറബിൾ ഡിവൈസ്, അതിലൊക്കെ നമുക്ക് സെയിം പ്രോജക്റ്റും അതിന്റെ മോഡ്യൂൾസും കോമ്പാറ്റിബിൾ ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംവിധാനമാണ് ഗ്രേഡിൽ. Developers can also customize and configure the build process of the application. ഇത് കൂടാതെ ഡെവലപ്പേഴ്സിന് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഈ ആപ്പിനെ പ്രോപ്പറായിട്ട് കോൺഫിഗർ ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദി ക്ലയന്റ് നീഡ്സ്, ആർക്ക് വേണ്ടിയാണ് ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആപ്പ് ഫൈനലി ആരാണോ യൂസ് ചെയ്യുന്നത്, അവരുടെ ബേസിക് റിക്വയർമെന്റ് എന്തോന്നാണ്, ആ റിക്വയർമെന്റ് ഒക്കെ മനസ്സിലാക്കി പ്രോപ്പറായിട്ട് കസ്റ്റമൈസ് ചെയ്യാനും കോൺഫിഗർ ചെയ്യാനും ഈ ഗ്രേഡിൽ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മെയിൻ പ്രോജക്റ്റും അതിന്റെ സബ് മോഡ്യൂൾസും ഉണ്ടെങ്കിൽ അതിനെ ഗ്രേഡിൽ യൂസ് ചെയ്ത് മൾട്ടിപ്പിൾ ടാർഗറ്റിന് കോമ്പാറ്റബിൾ ആക്കാം. മൊബൈൽ TVക്ക് മൊബൈൽ ഫോണിന് കോമ്പാറ്റബിൾ ആക്കാം, TVക്ക് കോമ്പാറ്റബിൾ ആക്കാം, വെയറബിൾ ഡിവൈസിന് കോമ്പാറ്റബിൾ ആക്കാം. അതേപോലെ തന്നെ എക്സാക്റ്റ് ആയിട്ട് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് പ്രോപ്പറായിട്ട് കസ്റ്റമൈസ് ചെയ്യാനും കോൺഫിഗർ ചെയ്യാനും ഒക്കെ പറ്റും. അടുത്തത് ലിങ്ക്. During the development, Lint checks the project source and identifies performance improvements, compatibility issues if any, bugs, security improvements, etc., and other problems regarding the ongoing application project, which helps in better app development. Android Studioയുടെ വേറൊരു ഫീച്ചറാണ് ലിന്റ്. ഈ ആപ്പ് ഡെവലപ്മെന്റ്, നമ്മൾ ആപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ലിന്റ് എന്ന് പറഞ്ഞ ഫെസിലിറ്റി യൂസ് ചെയ്ത് നമുക്ക് അതിന്റെ കോഡ് ചെക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്തിട്ട് ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, എന്ന് വെച്ചാൽ അതിന്റെ പെർഫോമൻസ് എങ്ങനെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നോക്കാം. പിന്നെ കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂസ് ഇഫ് എനി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ടാർഗറ്റിലൊക്കെ നമുക്ക് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ ടാർഗറ്റ് വെച്ചാൽ ചിലപ്പം ചില കോഡ് മൊബൈൽ ഫോണിൽ എക്സൈറ്റ് വർക്ക് ചെയ്യും, പക്ഷെ അത്രയും കോമ്പാറ്റബിൾ ആവണമെന്നില്ല ആൻഡ്രോയിഡ് TVയിൽ വർക്ക് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനത്തെ കോമ്പാറ്റബിൾ ഇഷ്യൂസ് വല്ലതും ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യണം. ബഗ്സ്, ഇതിനകത്ത് ചിലപ്പം എറേഴ്സ് കാണാം, ബഗ്സ് കാണാം, ആ ബഗ്സ് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യണം. പിന്നെ സെക്യൂരിറ്റി ഇംപ്രൂവ്മെന്റ്സ് പ്രോപ്പറായിട്ട്, പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഒക്കെ ബേസ് ചെയ്ത് ഇന്റർനെറ്റ് ബേസ്ഡ് ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പം അവിടെ സെക്യൂരിറ്റി സിസ്റ്റവും വളരെ എഫിഷ്യന്റ് ആയിരിക്കണം. അപ്പൊ സെക്യൂരിറ്റി ഇംപ്രൂവ്മെന്റ്സ്, അതേപോലെ ഒരു ഓൺഗോയിങ് ആപ്ലിക്കേഷൻ പ്രോജക്റ്റിൽ വരാവുന്ന എല്ലാ ടൈപ്പ് പ്രോബ്ലംസും പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു സംവിധാനമാണ് ലിന്റ്. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ലിന്റ് യൂസ് ചെയ്ത് സോഴ്സ് കോഡ് ചെക്ക് ചെയ്യാൻ പറ്റും, അത് പ്രോപ്പറായിട്ട് ഓപ്റ്റിമൈസ് ചെയ്ത് അതിന്റെ പെർഫോമൻസ് എങ്ങനെയൊക്കെ ഓപ്റ്റിമൈസ് ചെയ്യാൻ നോക്കാൻ പറ്റും. കോമ്പാറ്റിബിലിറ്റി ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും, എറേഴ്സ് ബഗ്സ് ഉണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ സെക്യൂരിറ്റി ഇംപ്രൂവ്മെന്റ്സ്, അതേപോലെ വേറെ ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ലിന്റ് എന്ന് പറഞ്ഞ സംവിധാനം യൂസ് ചെയ്യാം. അടുത്തതാണ് API ഇന്റഗ്രേഷൻ.
application programming interface integration. In Android Studio, various APIs are already configured that can be directly used in application development. Android Studio ക്കകത്ത് ഒരുപാട് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ റെഡി മെയ്ഡ് ആയിട്ടുള്ള ഇന്റർഫേസസ്. ഇത് നമുക്ക് നേരിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ API യൂസ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജസ് നമുക്ക് ഫ്രണ്ട് എൻഡ് പോലത്തെ സ്ക്രീൻ ഡിസൈനിന് പിന്നെ വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കൂ. കാരണം റെഡിമെയ്ഡ് ആയിട്ടുള്ള യൂസർ ഇന്റർഫേസസ് ഒക്കെ നമുക്ക് ഇവിടെ ഇന്റർഫേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പല സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസും ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് നേരിട്ട് നമുക്ക് ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ കൂടെ യൂസ് ചെയ്യാം. Additional APIs can also be integrated in Android Studio. Android Studio ഓൾറെഡി കോൺഫിഗർ ചെയ്തിരിക്കുന്ന APIs യൂസ് ചെയ്യുന്നത് കൂടാതെ എക്സ്റ്റേണൽ ആയിട്ടുള്ള അഡീഷണൽ APIs ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് അല്ലെങ്കിൽ API ഇന്റഗ്രേഷൻ ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിന് ഉള്ള ടൈം നമുക്ക് വളരെയധികം കുറയ്ക്കാനായിട്ട് പറ്റും. ഡൈനാമിക് ലേഔട്ട് വ്യൂ. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ വേറൊരു ഫീച്ചറാണ് ഡൈനാമിക് ലേഔട്ട് വ്യൂ. Layout editor allows drag and drop functionality to build an user interface. പ്രോപ്പറായിട്ട് ഇപ്പൊ ഏത് ആപ്പ് ആയിരുന്നാലും യൂസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. യൂസേഴ്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതിനൊരു പ്രോപ്പർ യൂസർ ഇന്റർഫേസ് വേണം. ആ യൂസർ ഇന്റർഫേസിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പും ഫംഗ്ഷനാലിറ്റി ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ലേഔട്ട് എഡിറ്റർ നമുക്ക് യൂസ് ചെയ്യാം. Additionally, it also provides with the preview of the user interface while editing the extended markup language. പല ഡൈനാമിക് ആയിട്ടുള്ള വെബ്സൈറ്റും വരുമ്പോൾ അവിടെ ഡേറ്റ ഹാൻഡ്ലിംഗ് ഉൾപ്പെടെ XML എന്ന് പറയും. സാധാരണ ഒരു വെബ്സൈറ്റിൽ നമ്മൾ HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കൂടുതൽ ഡേറ്റ ഒക്കെ നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു അഡ്വാൻസ്ഡ് സ്കീമാണ് XML, എക്സ്റ്റൻഡഡ് മാർക്കപ്പ് ലാംഗ്വേജ്. ഈ എക്സ്റ്റൻഡഡ് മാർക്കപ്പ് ലാംഗ്വേജ് യൂസർ ഇന്റർഫേസുമായിട്ടൊക്കെ പ്രോപ്പറായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഡൈനാമിക് ലേഔട്ട് വ്യൂ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം യൂസർ ഇന്റർഫേസിൽ പ്രോപ്പറായിട്ട് XML ബേസ്ഡ് ഡേറ്റയൊക്കെ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഡൈനാമിക് ഡേറ്റ ലേഔട്ട് വ്യൂ യൂസ് ചെയ്യാം. അടുത്തത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ അടുത്തൊരു ഫീച്ചറാണ് കോഡ് അസിസ്റ്റൻസ്. Very quick and supportive code assistance controls per space is there for developers to choose appropriate selection from the list of items while typing few letters of code. Code assistance എന്നുവെച്ചാൽ നമുക്ക് കോഡ് എഴുതുന്ന സമയത്ത് കോഡിനകത്ത് ഒരുപാട് ഫങ്ഷൻസ് വരും. ഫങ്ഷൻസിന്റെ ഫുൾ നെയിം എഴുതേണ്ട ആവശ്യമില്ല. ഫങ്ഷൻസിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗം എഴുതുമ്പോൾ ആദ്യത്തെ 1, 3, 4 ആൽഫബറ്റ്സ് എഴുതുമ്പോൾ ആ ആൽഫബറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫങ്ഷൻസ് എല്ലാം കൂടെ വരും. അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം വളരെ ക്ലാസ്സസ് ഡിഫൈൻ ചെയ്യാനോ അതേപോലെ ഫങ്ഷൻസ് ഒക്കെ എഴുതുമ്പോഴോ വളരെ ബിൽറ്റിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴോ അവിടെ എല്ലാം ഈ കോഡ് അസിസ്റ്റൻസ് വളരെയധികം നമുക്ക് പ്രയോജനപ്പെടും. അപ്പം വളരെ ക്വിക്കും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇതിന് നമുക്ക് കൺട്രോൾ പ്ലസ് സ്പേസ് മെക്കാനിസം ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ 1 or 2 ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുമ്പം അത് ആ ലെറ്റേഴ്സ് ആദ്യമായിട്ട് വരുന്ന ഏതൊക്കെ ഫങ്ഷൻസ് ആണോ അത് വളരെ പെട്ടെന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ അടുത്തൊരു ഫീച്ചറാണ് ഡോക്യുമെന്റേഷൻ വ്യൂ. ഫോർ എവറി സജസ്റ്റഡ് ക്ലാസ് ഇന്റർഫേസ് ഓർ കോഡ്, documentation can be referred to get more help in a separate pop-up window in the code editor itself. നമ്മൾ ഇതിനകത്ത് പല ടൈപ്പ് ക്ലാസ് യൂസ് ചെയ്യും, ഇന്റർഫേസ് യൂസ് ചെയ്യും, കോഡ് യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ഡോക്യുമെന്റേഷൻ കാണും. ആ ഡോക്യുമെന്റേഷൻ പ്രത്യേക ഒരു പോപ്പപ്പ് വിൻഡോയിൽ ഈ കോഡ് ടൈപ്പ് ചെയ്യുന്ന കോഡ് എഡിറ്ററിൽ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു പോപ്പപ്പ് വിൻഡോയിൽ ഡോക്യുമെന്റേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഫങ്ഷൻസിനെ പറ്റിയോ അതിന്റെ ലോജിക്കിനെ പറ്റിയോ ഒക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഡോക്യുമെന്റേഷൻ റെഫർ ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ കോഡ് എഴുതുന്ന സമയത്ത് ആ എഡിറ്റർ വിൻഡോയിൽ തന്നെ ഒരു പോപ്പപ്പ് വിൻഡോ വന്നിട്ട് ആ പോപ്പപ്പ് വിൻഡോയിൽ ഡോക്യുമെന്റേഷൻ കാണിക്കും.
ഇതിനു വേണ്ടിയാണ് നമ്മൾ ഡോക്യുമെന്റേഷൻ വ്യൂ എന്നുള്ള സംവിധാനം നമ്മൾ യൂസ് ചെയ്തത്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ വേറൊരു ഫീച്ചറാണ് ബിൽറ്റ് ഇൻ സാമ്പിൾസ്. Developers get ready-made code samples available which can be used directly for practicing and app development. Software developers കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടി പല ക്രൂഷ്യൽ പാർട്ടിന് റെഡിമെയ്ഡ് കോഡ് സാമ്പിൾസ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രാക്ടീസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഫുൾ കോഡ് നമ്മൾ എഴുതാതെ അതിനകത്ത് റെഡിമെയ്ഡ് കോഡ് സാമ്പിൾസ് ഉണ്ടെങ്കിൽ ആ റെഡിമെയ്ഡ് കോഡ് സാമ്പിൾസ് ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനുള്ള സമയമാണ് ബിൽറ്റ് ഇൻ സാമ്പിൾസ്. ഈ സോഫ്റ്റ്വെയറിനോടൊപ്പം തന്നെ ഈ റെഡിമെയ്ഡ് ആയിട്ടുള്ള കോഡ് സാമ്പിൾസ് കിട്ടുന്നോണ്ടാണ് അതിന് നമ്മൾ ബിൽറ്റ് ഇൻ സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇത്രയാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ ഫീച്ചേഴ്സ്. അടുത്ത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എക്ലിപ്സ് എന്നുള്ള ഐഡി യൂസ് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ആദ്യം എക്ലിപ്സിനെ പറ്റി നോക്കാം. Eclipse is an integrated development environment and used as Java IDE. ആദ്യം എക്ലിപ്സ് ഡെവലപ്പ് ചെയ്തപ്പോൾ അത് ജാവയ്ക്ക് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്ത ഒരു IDE ആയിരുന്നു ഈ എക്ലിപ്സ്. It contains a base workspace and an extensible plugin system for customizing the environment. പ്രോപ്പർ ആയിട്ട് കോഡൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ബേസ് വർക്ക് സ്പേസും അതിനോടൊപ്പം എക്സ്റ്റെൻഡബിൾ ആയിട്ടൊരു പ്ലഗിൻ സിസ്റ്റം. എന്നുവെച്ചാൽ എക്ലിപ്സിന്റെ പ്രത്യേകത ഈ എക്ലിപ്സ് ഒരു എൻവയറമെന്റ് ആണ്, അതിൽ നമുക്ക് വേറെ പ്ലഗിൻ കണക്ട് ചെയ്യാം. ഇങ്ങനെ പ്ലഗിൻ ഒക്കെ കണക്ട് ചെയ്താണ് എക്ലിപ്സ് ആദ്യം ഡെവലപ്പ് ചെയ്ത് ജാവ ആപ്പ് പ്രോഗ്രാം ഡെവലപ്മെന്റ് മാത്രമാണെങ്കിലും പിന്നെ എക്ലിപ്സ് നമുക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് യൂസ് ചെയ്യാൻ പറ്റി. ഈ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയത് ഇതേപോലെ എക്സ്റ്റെൻഷബിൾ പ്ലഗിൻ സിസ്റ്റം അതിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിലൊരു ബേസ് വർക്ക് സ്പേസ് ഉണ്ട്, അതേപോലെ ഒരു എക്സ്റ്റെൻഷബിൾ പ്ലഗിൻ സിസ്റ്റം ഉണ്ട്. അത് വെച്ച് നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. Eclipse is written mostly in Java and its primary use is for developing Java applications. Eclipse ജാവ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് പ്രൈമറി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ ജാവ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനും ആണ് ഏറ്റവും കൂടുതൽ എക്ലിപ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. Development environments include the Eclipse Java development tools for Java. Eclipse യൂസ് ചെയ്ത് ജാവ ഡെവലപ്മെന്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി JDT എന്ന് പറഞ്ഞ ജാവ ഡെവലപ്മെന്റ് ടൂൾസ് കൂടെ എക്ലിപ്സിനകത്ത് ഉണ്ടായിരുന്നു. ഈ JDTക്കകത്തുള്ള ജാവ ഡെവലപ്മെന്റ് ടൂൾസിനകത്തുള്ള ടൂൾസ് വെച്ചാണ് എക്ലിപ്സ് IDE കൂടെ നമ്മൾ ജാവ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. The Eclipse SDK, which includes the Java development tools, is meant for Java developers. അപ്പം എക്ലിപ്സ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റിനകത്ത് ഈ ജാവ ഡെവലപ്മെന്റ് ടൂൾ ഉണ്ട്. ഈ ജാവ ഡെവലപ്മെന്റ് ടൂള് ബേസിക്കലി ജാവ ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഡെവലപ്പേഴ്സ്, ജാവ ഡെവലപ്പേഴ്സിന് വേണ്ടിയാണ് ഈ എക്ലിപ്സ് SDK നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ എക്ലിപ്സ് SDKക്കകത്ത് ജാവ ഡെവലപ്മെന്റ് ടൂൾ ഉണ്ട്. ആ ജാവ ഡെവലപ്മെന്റ് ടൂൾ ഡെവലപ്പ് ചെയ്ത് നമുക്ക് ചെയ്യാം. Users can extend its abilities by installing plugins written for the Eclipse platform, such as development toolkits for other programming languages, and can write and contribute their own plugin models. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എക്ലിപ്സ് ഒരു പ്ലഗിൻ സംവിധാനം ഉണ്ട്. ആ പ്ലഗിൻ സംവിധാനം യൂസ് ചെയ്ത് വേറെ സോഫ്റ്റ്വെയർസ് മോഡ്യൂൾസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് വെക്കാം. അപ്പൊ എന്ന് പറഞ്ഞാൽ എക്ലിപ്സ് യൂസ് ചെയ്ത് ഈവൻ C++ പോലത്തെ വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ കോഡ് പോലും നമുക്ക് ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് വെക്കാം. ടൂൾ കിറ്റ്സ് ഫോർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ക്യാൻ റൈറ്റ് ആൻഡ് കോൺട്രിബ്യൂട്ട് their own plugin modules. വേറെ സോഫ്റ്റ്വെയർസിന്റെ പ്ലഗിൻ മോഡ്യൂൾസ് ഇതും ആയിട്ട് ചേർന്ന് നമുക്ക് കോമ്പാറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ എക്ലിപ്സ് വെച്ച് നമുക്ക് അതിന്റെ പ്ലഗിൻ ഫെസിലിറ്റി വെച്ച് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ടൂൾ കിറ്റും ഇതിലോട് ഇന്റർഫേസ് ചെയ്യാനായിട്ട് പറ്റും.
Eclipse SDK is free and open source software released under the terms of the Eclipse public license, although it is incompatible with the GNU General Public License. Eclipse SDK എന്നുള്ള ഒരു ഫ്രീയും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അത് എക്ലിപ്സ് പബ്ലിക് ലൈസൻസിന്റെ ടേംസ് അനുസരിച്ച് റിലീസ് ചെയ്തതാണ്. പക്ഷേ അത് GNU ജനറൽ പബ്ലിക് ലൈസൻസുമായിട്ട് കോമ്പാറ്റബിൾ അല്ല, ഇൻകോമ്പാറ്റബിൾ ആണ് എന്ന് വെച്ചാൽ കോമ്പാറ്റബിൾ അല്ല. അടുത്ത ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ടൂൾ ADT ഫോർ എക്ലിപ്സ്. ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ടൂൾ ADT ഫോർ എക്ലിപ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു എക്ലിപ്സ് മെയിൻലി ജാവയ്ക്ക് വേണ്ടിയായിരുന്നു. പക്ഷെ ADT കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ADT യൂസ് ചെയ്ത് നമുക്ക് എക്ലിപ്സ് വെച്ച് ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ് നമ്മൾ ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ടൂൾ യൂസ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ടൂൾ is a plugin for the Eclipse IDE that is designed to give a powerful integrated environment in which to build Android applications. Android applications build ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പവർഫുൾ ഡെവലപ്മെന്റ് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് എൻവയർമെന്റ് വേണ്ടിയാണ് നമ്മൾ ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ടൂൾ പ്ലഗിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്ലിപ്സ് IDEക്കകത്ത് ADT ടൂളും കൂടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത് വെച്ച് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ADT extends the capability of Eclipse to let set up new Android projects, create an application user interface, add components based on the Android framework application programming interface, debug the applications using the Android SDK tools, and even export signed or unsigned Android package kit in order to distribute the application. ഇത്രയും സംവിധാനം ഇതിനകത്തുണ്ടായിരുന്നു. ADT ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ടൂൾ വെച്ച് എക്ലിപ്സിന്റെ കേപ്പബിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ന്യൂ ആൻഡ്രോയിഡ് പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ യൂസർ ഇന്റർഫേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് ഫ്രെയിംവർക്ക് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസിന്റെ കമ്പോണൻസ് ആഡ് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് SDK ടൂൾസ് യൂസ് ചെയ്ത് ഡീബഗ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ആൻഡ് ഈവൻ എക്സ്പോർട്ട് സൈൻഡ് ഓർ അൺസൈൻഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ നമ്മൾ സൈൻഡ് എന്ന് പറയും, ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ അൺസൈൻഡ് എന്ന് പറയും. ആൻഡ്രോയിഡ് പാക്കേജ് കിറ്റ് നോട്ട് ടു ഡിസ്ട്രിബ്യൂട്ട് ദി ആപ്ലിക്കേഷൻ പ്രോപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആൻഡ്രോയിഡ് പാക്കേജ് കിറ്റ്. ഇതെല്ലാം നമുക്ക് ADT വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്ലിപ്സിന്റെ കൂടെ ഒരു പ്രോപ്പർ ആയിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ADTയും കൂടെ വേണം. അടുത്ത ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് AVD. Android virtual device AVD. An Android virtual device is a configuration that defines the characteristics of an Android phone, tablet, Wear operating system, Android TV, and automotive operating system device that can be simulated in the Android emulator. Android virtual device എന്ന് പറഞ്ഞാൽ ഇതൊരു സിമുലേറ്റർ ആണ്. ഇത് വെച്ച് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെ റൺ ചെയ്യും, ഒരു ടാബ്ലറ്റ് എങ്ങനെ റൺ ചെയ്യും, ഒരു വേറബിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള ഒരു വേറബിൾ ഡിവൈസ് എങ്ങനെ റൺ ചെയ്യും, ആൻഡ്രോയിഡ് TVയിൽ എങ്ങനെ റൺ ചെയ്യും, കാർ പോലത്തെ ഒരു ഓട്ടോമോട്ടീവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിവൈസ് ഉണ്ടെങ്കിൽ അതിനകത്ത് എങ്ങനെ റൺ ചെയ്യും. ഇതൊക്കെ നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചാൽ ഫിസിക്കലി ഇത് യൂസ് ചെയ്യുമ്പം എങ്ങനെ അത് വർക്ക് ചെയ്യുന്നെന്ന് കാണിക്കാൻ വേണ്ടി എന്നാണ് നമ്മൾ ഫിസിക്കൽ സിമുലേഷൻ എന്ന് പറയുന്നത്. സിമുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആൻഡ്രോയിഡ് എമുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. അതിനു വേണ്ടിയാണ് നമ്മൾ ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അപ്പം ആൻഡ്രോയിഡ് ഫോണ്, ടാബ്ലറ്റ്, വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആൻഡ്രോയിഡ് TV, ഓട്ടോമോട്ടീവ് ഓപ്പറേറ്റിംഗ് ഡിവൈസ്, ഇതെല്ലാം ആൻഡ്രോയിഡ് എമുലേറ്ററിൽ കൂടെ നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഫിസിക്കലായിട്ട് ഡിവൈസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിലൊക്കെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. The AVD manager is an interface in Android Studio that can be used to create and manage AVD. ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോക്കകത്ത് ഇത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി AVD മാനേജർ ഉണ്ട്, ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് മാനേജർ. ഇത് ഇപ്പൊ ആൻഡ്രോയിഡ് സ്റ്റുഡിയോക്കകത്തുണ്ട്. ഇത് യൂസ് ചെയ്ത് നമുക്ക് ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഈ AVD മാനേജർ യൂസ് ചെയ്യുന്നത്.
The emulator can be used to create prototype, develop and test Android applications without a physical device. അപ്പം ഒരു ഫിസിക്കൽ ഡിവൈസ് കൂടാതെ അതുകൊണ്ടാണ് നമ്മൾ ഈ എമുലേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫിസിക്കൽ ഡിവൈസ് അല്ല, റിയൽ ഡിവൈസ് അല്ല, അതുകൊണ്ടാണ് ഇതിനെ വെർച്വൽ ഡിവൈസ്. വെർച്വൽ മീൻസ് നോട്ട് റിയൽ, റിയൽ അല്ലാത്ത ഡിവൈസ് വെർച്വൽ ഡിവൈസ്. അപ്പോൾ നമുക്ക് ഒരു ഫിസിക്കൽ ഡിവൈസിൽ ഫ്യൂച്ചർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന നമുക്ക് സോഫ്റ്റ്വെയർ വഴി സിമുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ എമുലേറ്റർ യൂസ് ചെയ്യുന്നത്. An Android virtual device. An Android emulator is an Android virtual device that represents a specific Android device. അപ്പോൾ ഒരു സ്പെസിഫിക് ആൻഡ്രോയിഡ് ഡിവൈസ് ഇതിനെ സോഫ്റ്റ്വെയറിൽ കൂടെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മൾ ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ്. അപ്പൊ ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് എന്ന് പറയുന്ന ഒരു ആൻഡ്രോയിഡ് എമുലേറ്റർ ആണ്. അത് ശരിക്കും ഒരു സ്പെസിഫിക് ആൻഡ്രോയിഡ് ഡിവൈസിനെ സിമുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. Android emulator can be used as a target platform to run and test Android applications on PC. Android emulator, Android applications ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യാനും പ്രോപ്പറായിട്ട് റൺ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പം ആൻഡ്രോയിഡ് എമുലേറ്റർ യൂസ് ചെയ്ത് ഒരു ടാർഗറ്റ് പ്ലാറ്റ്ഫോമിൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് റൺ ചെയ്ത് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയാണ് ഡെവലപ്മെന്റ് എൻവയറമെന്റ് നമ്മൾ നോക്കിയത്.